ഒരു സാധാരണ കുടുംബത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവും. ഏത് കുടുംബത്തിലും, കേരളത്തിലെ ഏത് കുടുംബത്തിലും ബന്ധുക്കളിൽ ആരെങ്കിലും മൃതദേഹം അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എതിർക്കുന്ന ആളുണ്ടാവും. അത് സ്വാഭാവികമാണ്. മിക്കവാറും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. മിക്കവരും അവരവരുടെ മതാചാരപ്രകാരം ക്രിമിനേഷനും ഫ്യൂണറലും നടത്തണം എന്നുള്ള ആഗ്രഹക്കാരായിരിക്കാം ഇവിടുത്തെ സമൂഹത്തിൽ. അല്ലാണ്ട് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ നടന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് ചിലർ വേറെ തരത്തിൽ അവരുടെ ദുഷ്ടലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് എല്ലാത്തിലും ഇഷ്യൂ. സഹോദരി പറയുന്നുണ്ടല്ലോ, അച്ഛൻ ഈ ക്രിസ്തീയ ആചാരപ്രകാരം നടക്കുന്നതിലും പ്രശ്നമില്ലാത്തതാണ്. അപ്പം അത് ഈ അവസാന കാലത്തും പാർട്ടി ചതിച്ചു എന്നുള്ള ആംഗിളിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പാർട്ടി മരിച്ചൊരാളെ ചതിക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ചതിക്കേണ്ടത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ പ്രശ്നം എന്താണ്? ഈ ബോഡി എടുക്കുന്ന സമയത്ത് ചെറിയൊരു സംഘർഷം തള്ളിപ്പോൾ അത് കുറച്ച് BJP-ക്കാർ അവിടെ വരുന്നു, അവർ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ ഈ മകളെ BJP-ക്കാർ എക്സ്പ്ലോട്ട് ചെയ്യുന്നു. പൊളിറ്റിക്കലായിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് തന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോട്ട് ചെയ്യുന്നു. അവളുടെ മകളെ കൊണ്ടിരുത്തുന്നു. അത് BJP-യുടെ തന്നെ ഒരു സീനിയർ ലീഡറായിട്ടുള്ള കുമ്മനം രാജശേഖരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹത്തിൽ എട്ടും മുട്ടും തിരിയാത്തൊരു പയ്യനെ കൊണ്ടിരുത്തിയിട്ട് ലോറൻസിൻ്റെ ഗ്രാൻഡ്സൺ, അങ്ങനെ ജനറ്റിക്കായിട്ടല്ല പൊളിറ്റിക്സ് പോകുന്നത്. ഒരു അച്ഛൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനോ ആവണ്ട. ഇതൊക്കെ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പച്ചൻ, എൻ്റെ ഫാദറിൻ്റെ ഫാദർ കോൺഗ്രസ് ആയിരുന്നു, എൻ്റെ അപ്പച്ചനും കോൺഗ്രസ് ആയിരുന്നു. അത് പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. മക്കൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് അപ്പച്ചൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആവണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്തായാലും വീട്ടിലുണ്ട്. ഇഷ്ടമുള്ള പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും വേണ്ടെങ്കിലും വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഈ മൊമെൻറ്റിലും ഉണ്ട്. ഞങ്ങളെല്ലാം അതനുസരിച്ച് ജീവിച്ചില്ല. അതുകൊണ്ട് BJP-യോ RSSO ആവുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കൂട്ടായിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാവരും കൂടിച്ചേർന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വേണം. അവളായിട്ട് ഇതുപോലെ കൂടിച്ചേർന്ന് പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ഈ 10-15 ദിവസം. പലപ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അബ്നോർമലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് പലപ്പോഴും കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകൾ പലതൊന്നും ഈ കുട്ടിയുടെ വേർഡിങ്സോ അവളുടെ വായിൽ നിന്ന് വരുന്ന കണ്ടൻറ്റോ അല്ല അതിൽ വന്നിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെൻറ്റൻസും പാരഗ്രാഫും അത് കണ്ടൻറ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാവും. ആരാണ് ഇതിന് ഇൻസ്റ്റിഗേഷൻ നടത്തുന്നത് മനസ്സിലാവും, ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാവും. കയ്യാങ്കളിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല, കയ്യാങ്കളിലേക്ക് പോവില്ല. അങ്ങനെ കയ്യാങ്കളിലേക്ക് പോയാൽ നേരിടാനുള്ള തയ്യാറെടുപ്പ് ഇപ്പുറത്തുമുണ്ട്. ആശയുടെ മകനൊന്നും കയ്യാങ്കളിക്കൊന്നും പറ്റില്ല, കൊച്ചുകുട്ടിയാണ്. വല്ല ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം എന്നല്ലാണ്ട് കയ്യാങ്കളിക്കൊന്നും പോകാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യമില്ല. ഇവിടെ കയ്യാങ്കളി ഉണ്ടായിട്ടില്ല, അതിനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഔട്ട് ബസ്റ്റ്, അത്ര അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പുറത്തുനിന്നുള്ള ആരൊക്കെയോ BJP-ക്കാർ ഇടയ്ക്കൊന്ന് കയറി വന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അവിടെ അവർ വിളിച്ചുകൊണ്ട് പോയിന്നോ എന്നൊക്കെ പറയണ്ടായിരുന്നു. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത് RSS സ്പോൺസേർഡ് ആയിരുന്നു ഇഷ്യൂ ഉണ്ടാക്കിയത്, RSS ഇൻസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇതുപോലെ പല സ്ഥലത്തും അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. RSS ആണോ ചെയ്തത്, RSS അല്ലേ ചെയ്തത്, ഇനി അല്ലാണ്ട് നാച്ചുറലായിട്ട് ഉണ്ടായ. ഇത് പലതരത്തിലും പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള ചെറിയ ശ്രമം ചിലപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടാവും. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ സ്പോണ്ടേനിയസ് ഔട്ട് ബേസ്റ്റ് ഒരു അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നാച്ചുറലായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു, പക്ഷെ അത് എക്സ്പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ മാറും. ഞാനായിട്ട് പല പ്രാവശ്യം പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്സ് ചർച്ച ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ചർച്ച ചെയ്തിട്ടുണ്ട്, മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പച്ചന് ദൈവവിശ്വാസം ഇല്ലായിരുന്നു, മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സ്വാമിയായിട്ട് പോലും സ്വാമി ചോദിച്ചു എന്താണ് ഈ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത്, ഒരു TV-യിലെ മീഡിയയിൽ കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു 10 വർഷം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളൂ. മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് നല്ലത്. കാരണം മരിച്ച വ്യക്തിക്കോ ഒരു ജീവനോ പിന്നെ വാല്യൂ വളരെ കുറവാണ്. മെഡിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ. ഈ അവസാന കാലത്ത് മകൾ ആശ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ മെഡിക്കൽ
കോളേജിൽ കൈമാറുന്ന കാര്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് അപ്പച്ചൻ തീരുമാനിക്കുന്ന ഇഷ്യൂ അല്ലേ. അപ്പച്ചൻ വേറെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവസാനം വരെ കഴിഞ്ഞ 2 ആഴ്ച ഒഴിച്ച് അവസാനം വരെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പച്ചൻ തീരുമാനം എടുത്താണ്, വളരെ നേരത്തെ തീരുമാനം എടുത്താണ്, വളരെ പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അഥവാ ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറോ ഇൻഡിവിജ്വലോ അല്ല ഈ മാള്. ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരു ബിഹേവിയർ തന്നെ ആയിരുന്നു, ഒരു ചെറുപ്പം മുതൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരുന്നു. ചെറുപ്പം മുതൽ വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളത്. അത് നോക്കുമ്പോൾ സ്ലൈറ്റായിട്ട് എല്ലാ വീട്ടിലൊക്കെ ഇല്ലേ, പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രാക്ക് തെറ്റി കിടക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് BJPയുടെ ഇൻസ്റ്റിഗേഷൻ കൊണ്ടാണ് ഇത് നടന്നതെന്ന് എങ്ങനെ ഉറച്ച് പറയാൻ സാധിക്കും? വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയണത് ദൂരദർശനിൽ കൂടി പബ്ലിഷ് ചെയ്യേണ്ടി വരും. അവസാനം ജോലി പോരുത്, അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് എനിക്കറിയാം. BJPനെ മുഴുവനല്ല ഞാൻ പറയുന്നത്, RSSന് മുഴുവനല്ല, ചില വ്യക്തികൾ അതിലുള്ള ആൾക്കാർ ഇത് എക്സ്പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയുടെ സ്റ്റേറ്റ് ലീഡർ കൊണ്ടുപോയിട്ട് ഒരു എട്ടും പൊട്ടും തിരിയാത്ത പയ്യനെ വെച്ചിട്ട് വന്നിരുന്നോട്ടെ, അയാൾ BJPയുടെ RSSൻ്റെ ഇത് വെച്ചിട്ട് ഇരുന്നോട്ടെ. പക്ഷെ അത് മീഡിയ കൂടി പബ്ലിഷ് ചെയ്ത് അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നത് അത് ഇന്ന ആളുടെ ഗ്രാൻഡ് സണ്ണാണ്. അതിനൊന്നും പ്രസക്തിയില്ല. ആ പ്രസക്തി വരുന്ന എവിടെ എന്ന് വെച്ചാൽ ലെഫ്റ്റ് മൂവ്മെന്റിനെ അടിച്ചിരുത്താൻ വേണ്ടി അതിനെ ഉപയോഗിക്കുമ്പോഴാണ്. അത് കൃത്യമായ പ്ലാനിങ്ങോട് ചെയ്യും. ഇന്നത്തെ സംഭവം കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എന്താണ് പ്രശ്നം ഉണ്ടായത് എക്സാക്ട് എന്ന് പറയും, ഞാൻ പുറകിൽ വന്നിട്ട്. അതൊക്കെ നാച്ചുറൽ കോഫിൻ വിട്ട് ആൾക്കാർ ചിലപ്പോൾ ഒരു അച്ഛനോ മോനോ മരിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ കരച്ചിലും പിഴിച്ചിലും ആശയുടെ മകനെ കൈയേറ്റം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് കൈയേറ്റം ചെയ്താൽ ഞാനുള്ള കാര്യം പറയാം, ആ പയ്യന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റു സാക്കിൽ കൈയേറ്റം ചെയ്താൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ കെൽപ്പുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു ധാരണയില്ല, ചെയ്തിട്ടില്ല. അതെ, ഞങ്ങൾ ആരും ഇതുവരെ ഒരു കാര്യത്തിനും കോടതി പോയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാനല്ലാണ്ട് വേറൊരു കാര്യത്തിനും കോടതി പോകാം. സംസാരിച്ച തീരുമാനം മാറ്റാൻ നമുക്കിപ്പോൾ പലതിനെയും ജീവികളെ പലതിനെയും ട്രെയിൻ ചെയ്യാം. മനുഷ്യൻ ട്രാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിന് പറ്റിയ ആളായിരിക്കും.